നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവ് പറയുന്നൊരു പദമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നൊരു കാര്യം, കർത്താവ് ഒത്തിരി സ്നേഹിച്ച കുടുംബമായിരുന്നു ലാസറിൻ്റെ കുടുംബം. എന്നാൽ ആ കുടുംബത്തിനകത്തിലെ ഒരു വലിയ ദീപമായിരുന്നു ലാസർ എന്ന് പറയുന്നൊരു മനുഷ്യൻ. 2 സഹോദരിമാർക്ക് ഒരു സഹോദരൻ ലാസർ. ആ ദീപം ആ വീടിനകത്തിൽ അണഞ്ഞുപോയി. എന്നാൽ ആ വീടിനകത്തിൽ അണഞ്ഞുപോയ ദീപത്തെ തിരിച്ച് കത്തിക്കുവാൻ ആർക്കും കഴിയാതെ വണ്ണം ആ ദീപം, ആ ഭവനത്തിൻ്റെ ദീപമാകുന്ന ലാസർ കല്ലറയ്ക്കകത്തിൽ അടക്കപ്പെട്ടു. ഇനി തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയില്ലെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ നീതിസൂര്യനായ എൻ്റെ കർത്താവിലേക്ക് വന്നിട്ട് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, ആ ദീപത്തെ എൻ്റെ കർത്താവ് കത്തിച്ചു. നീതിസൂര്യനായ എൻ്റെ കർത്താവിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ആ അണഞ്ഞു പോയ ലാസർ എന്ന ദീപത്തെ എൻ്റെ കർത്താവ് കത്തിച്ച് ആ വീടിന് വെളിച്ചമാക്കി നിർത്തിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ദീപങ്ങൾ അണഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങനെ അണഞ്ഞു പോയ ഒരവസ്ഥയിലാണോ നിങ്ങൾ കിടക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറാം. നീതിസൂര്യനായ യേശു ആ ദീപത്തെ കത്തിക്കാൻ വിശ്വസ്തന. അതുകൊണ്ട് ആ തിരുവചനത്തെ വായിക്കുന്നത്, അവൻ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും, അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അണഞ്ഞു കിടക്കുന്ന ചില ദീപങ്ങളെ സ്വർഗസ്ഥനായ എൻ്റെ ദൈവം കത്തിച്ച് വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. ഈ മെസ്സേജ് വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു.